ഫോട്ടോ കാണുന്ന ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ 1 വർഷം കൊണ്ട് ഇങ്ങനെയായി തീർന്ന ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഈഗോ ലിഫ്റ്റിംഗ് ഒഴിവാക്കുക. എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായി, അത് ഡിസ്ക് ബൾജെന്ന ഒരു ലെവലിലോട്ട് വരെ എത്തി. അങ്ങനെ ഇപ്പോൾ സർജറി എനിക്ക് ഒരു 4 മാസം ആവാറാവണേ ഉള്ളൂ. ഇതിനിടയ്ക്ക് വേറെ കുറേ കാര്യങ്ങൾ നടന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലാണ്. ഇവിടെ എത്തിയത് പറയാനാണ് കുറേ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ച് നിർത്തിയേക്കുക. എൻ്റെ ഡെഡ് ലിഫ്റ്റ് ആണ് എന്നോട് ചെറുതായിട്ട് എനിക്ക് ഇഞ്ചുറി കിട്ടും, പക്ഷേ ഞാൻ അത് വലുതായിട്ട് കാര്യമാക്കിയിട്ടില്ല. അതിനുശേഷം ഒരു കാശ്മീർ ട്രിപ്പ് പോയി വന്നതിന് ശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ തൂക്കിയിരുന്ന ബാഗ് ഒരു 15-20 കിലോളം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ 2 വീക്സ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് റിക്കവർ ആയി വരാൻ വേണ്ടി. അതിൻ്റെ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഇത് നോട്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. എനിക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ നിർത്തി ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വർക്കൗട്ട് അവിടെ വെച്ച് നിർത്തി. എന്നിട്ട് MRI സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഡിസ്കിന് ഡീകംപ്രഷൻ ഉണ്ട്, റെസ്റ്റ് എടുത്താൽ ഇത് മാറത്തുള്ളൂ. ഞാൻ റെസ്റ്റ് എടുത്ത് നോക്കി, ഫിസിയോതെറാപ്പി ചെയ്തു, ബെൽറ്റ് ഇട്ടു, എല്ലാം നോക്കി. അങ്ങനെ കുറേ ഉണ്ടായിരുന്നില്ല. എൻ്റെ +2 എക്സാം നടക്കുന്ന ഇടയിലായിരുന്നു ഇതിൻ്റെ ഇടയിൽ എല്ലാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് എക്സാമിന് പോയിട്ട് എഴുതാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എക്സാം കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യത്തിലോട്ട് തുടങ്ങി. പക്ഷേ എന്നാൽ ട്രീറ്റ്മെൻറ്റിലൊന്നും കാര്യമില്ലായിരുന്നു. കാരണം സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്ത് നോക്കി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി. ലാസ്റ്റ് എനിക്ക് എണീക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരെ എത്തിപ്പോയി. ഞാൻ പാരലൈസ് എന്നുള്ള സിറ്റുവേഷൻ വരെ എത്തിപ്പോയി. ആ ഒരു സമയത്താണ് എൻ്റെ വിസ വരുന്നത്.